ബാലയ്യ. പുള്ളിയുടെ പേര് പറയുമ്പോൾ തന്നെ കുറേ തള്ളു പടങ്ങളുടെ സീനൊക്കെ ഓർമ്മ വരും. ഒരു കൈ ചൂണ്ടുമ്പോൾ ട്രെയിൻ പുറകോട്ട് പോകുന്നതും ജസ്റ്റ് ഒരു കുട കൊണ്ട് മാത്രം പാരാഗ്ലൈഡിങ് ചെയ്യുന്നതും അങ്ങനെ കുറേ സിനിമകളുടെ സീനൊക്കെ. പക്ഷേ അതെല്ലാം മാറ്റി മറിച്ച ഒരു നല്ല പേരുണ്ടാക്കി കൊടുത്ത സിനിമയായിരുന്നു പുള്ളിക്കാരൻ്റെ ഡാക്കു മഹാരാജ എന്ന് പറയുന്നൊരു സിനിമ. ബാലയ്യയുടെ മറ്റ് സിനിമയിൽ നിന്നും ഈ സിനിമ വ്യത്യസ്തമാക്കുന്നത് മറ്റുള്ള ക്യാരക്ടേഴ്സിന് സിനിമയിൽ സ്ക്രീൻ പ്രസൻസ് കൊടുത്തു എന്ന ഒരു പ്രത്യേകതയാണ്. മെയിൻ പറയാനുള്ളത് സിനിമയിലെ മെയിൻ വില്ലൻ ബോബി ഡിയോൺ. പുള്ളി ചെയ്ത് വെച്ച ആ എമ്മാതിരി പെർഫോമൻസാണ്. പൊതുവെ ഈ വില്ലന്മാർക്ക് ബാലയ്യ സിനിമ എത്ര വലിയ സ്ക്രീൻ പ്രസൻസ് അങ്ങനെയൊന്നും കൊടുക്കത്തില്ല. പക്ഷേ ഈ സിനിമയിൽ അതെല്ലാം തകർത്തെറിഞ്ഞിട്ടുണ്ട്. സ്ഥിരം ബാലയ്യ ക്ലീശ കുറേ സാധനം സിനിമയിലുണ്ട്. പക്ഷേ അതൊക്കെ മാറ്റി വെക്കുവാണെങ്കിൽ പടം ഒരു രക്ഷയില്ല, കിടില പടം തന്നെയാണ്. ബാലയ്യയുടെ വേറെ ലെവൽ പെർഫോമൻസ് സിനിമയെ കാണാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം നോട്ട് ചെയ്യാനുണ്ട്, ഈ സിനിമ കേരളത്തിൽ വന്ന് ഗംഭീരമായിട്ടുള്ള അഭിപ്രായം നേടിയിട്ടുണ്ട്. പൊളി, അത്രയ്ക്ക് അടിപൊളിയാണെന്ന് പറഞ്ഞ് കേരളത്തിൽ നല്ലൊരു അഭിപ്രായം നേടിയ സിനിമയും കൂടിയാണ്. അത് നോട്ട് എ പോയിൻറ്റ്. പിന്നെ സിനിമയിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എൻ്റെ പൊന്ന് തമൻ പുള്ളി ചെയ്ത് വെച്ചിട്ടുണ്ട്. എടുത്ത് പറയുവാണ്, ബാലയ്യ സിനിമയുടെ കാണിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് വരുന്ന ആ ഒരു BGM കിടിലം. ഞാൻ ഇത്തരം കാര്യം നല്ലത് പറയുന്നുണ്ടെങ്കിൽ മോശമായിട്ട് പറയുന്ന വരുന്നേ ഉള്ളൂ. അഖണ്ഡ സിനിമയുടെ 2ാം ഭാഗം പുള്ളിക്കൊരു നല്ല പേരിപ്പോൾ ഉണ്ടെങ്കിലും അതെല്ലാം കളഞ്ഞു കുളിച്ചിട്ടുണ്ട്. അഖണ്ഡ സിനിമ 2ാം ഭാഗത്തിൻ്റെ ആ ചെറിയൊരു ടീസർ കാണുമ്പോൾ പുള്ളിയുടെ എല്ലാ ഇമ്പ്രഷനും പോയി കിട്ടും. പിന്നെ വേറെ കാര്യം ചോദിച്ചോട്ടെ, ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു ഡീറ്റെയിലിങ്ങിനും പിന്നെ ഗ്രാഫിക്സൊക്കെ നല്ല രീതിയിൽ തെലുങ്ക് സിനിമയിൽ ഉപയോഗിക്കാൻ പറ്റാൻ അറിയാമേലതല്ലല്ലോ. ഇപ്പോൾ തെലുങ്ക് സിനിമ ഇൻഡസ്ട്രിയിൽ നല്ല സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ഈ ഒരു കോമാളിത്തരം കാണിക്കുന്ന സിനിമ ടൈപ്പും ഇറങ്ങുന്നുണ്ട്. ഈ ഒരു ഗ്രാഫിക്സും ഈ ഒരു മെറ്റീരിയൽ ഡീറ്റെയിലിംഗ് എല്ലാം നല്ല രീതി ഉപയോഗിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ബാലയ്യ പോലത്തെ കുറച്ച് നടന്മാർക്ക് നല്ല ഇമ്പ്രഷൻ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ബാലയ്യ പോലത്തെ നടമെന്ന് ഉദ്ദേശിച്ചത് തെലുങ്കിൽ ശംഭുവണ്ണൻ, എനിക്ക് പുള്ളിയുടെ പേര് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. ശംഭുവണ്ണൻ എന്ന് പറയുന്ന ഒരു ആക്ടറുണ്ട് തെലുങ്കിൽ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ആക്ടേഴ്സിന് നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇന്ന് ബാലയ്യയുടെ ബർത്ത്ഡേ കൂടിയാണ്, അത് പ്രമാണിച്ചാണ് ടീസർ പുറത്ത് വിട്ടിരിക്കുന്നത്. ബോയ്പതി ശ്രീനു പുള്ളിക്കാരന് കഴിവ് ഇല്ലാന്നതല്ലല്ലോ. ഈ തെലുങ്ക് സിനിമയിൽ ഈ ഒരു രീതി ചെയ്താൽ മാത്രമേ ഹിറ്റ് ആകത്തുള്ളൂ. ഇപ്പം അങ്ങനെ ഒന്നുമില്ല. നല്ല സിനിമകൾ കണ്ട ആൾക്കാർ ഏറ്റെടുക്കുന്നുണ്ട്. പോരാത്തിന് കേരളത്തിലും ഇപ്പോൾ നല്ല രീതി ബാലയ്യക്ക് ഇപ്പോൾ ആരാധകർ ഉണ്ടായിരുന്നു. ഈ സിനിമ കണ്ട് തീരുമ്പോൾ അതങ്ങ് മാറിക്കിട്ടും. നോട്ട് എ പോയിൻറ്റ്. ഈ സിനിമയിൽ കുറേ ഈ സിംഹം ചാടി വന്ന് ഗർജിക്കുന്ന കുറേ സീനൊക്കെ സിനിമയിലുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അതായത് പുള്ളി തന്നെ ബാലയ്യ തന്നെ സിംഹം ചാടി ഗർജിക്കുന്ന പോലത്തെ കുറേ സീൻ സിനിമയിലുണ്ട്. പിന്നെ ഇതെന്തുവാടേ, ബാലയ്യ അല്ലാതെ ആ ശൂലവും സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. കഴുത്തിലൊക്കെ കറക്കി തെറിച്ചൊക്കെ പോകുന്നുണ്ടല്ലോ. എന്തരാവോ എന്തോ.